എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ. അപ്പോൾ ഇന്ന് NAS+2 അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഒരു ദിവസമല്ല, മിക്കവാറും വീഡിയോസിലൂടെ നമ്മൾ പറയാറുണ്ട്. 2025 ഏപ്രിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, മുൻപും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, മോണ്ടിസോറി പ്രീ പ്രൈമറി TTC എന്നുള്ള കോഴ്സ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ +2നോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോണ്ടിസോറി പ്രീ പ്രൈമറി TTCയുടെ ക്ലാസ്സും തുടർന്ന് പോകുന്ന കാര്യം. ആർക്കെങ്കിലും, അതായത് KG സെക്ഷനിലേക്ക് ടീച്ചറായിട്ട്, അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡേ കെയർ പോലെയുള്ള സ്ഥാപനം സ്വന്തമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു സർട്ടിഫിക്കറ്റാണ് മോണ്ടിസോറി പ്രീ പ്രൈമറിയുടെ സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, മുന്നേ എന്തായാലും നമ്മൾ ശിശുലക്ഷ്മി എന്ന് പറയുന്ന കോഴ്സ്, അതായത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ അത് മാത്രം, ശിശുലക്ഷ്മിയുടെ കോഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് വാല്യൂ, ഏറ്റവും കൂടുതൽ ഏത് സ്കൂളിലേക്ക് നിങ്ങൾ ചെന്നാലും ചോദിക്കുക മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ആദ്യം അതിലേക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മിക്കവാറും കുട്ടികളും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, PSC അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. മോണ്ടിസോറി ഇതുവരെ PSCയുടെ അണ്ടറിൽ വന്നിട്ടില്ല. പ്രീ പ്രൈമറി ഓക്കെ, പക്ഷേ മോണ്ടിസോറി ഇതുവരെയും PSC അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കൂടുതലായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ടീച്ചിങ് എയ്ഡ്, ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ പ്രീ പ്രൈമറി മാത്രം കൊണ്ടല്ല നമുക്ക് ജോലി കിട്ടുന്നത്. ഒന്ന് നമ്മുടെ കഴിവ് തന്നെയാണ്. നമുക്ക് പഠിപ്പിക്കാൻ എത്രത്തോളം കഴിവുണ്ടെന്ന് നോക്കിയിട്ട് തന്നെയാണ് ഏത് സ്കൂളായാലും നമ്മളെ അവിടെ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്നത്, ഇനി സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ് ആണ് പ്രീ പ്രൈമറി പഠിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയാറുണ്ട്. പക്ഷേ 10ാം ക്ലാസ് മാത്രം പാസ്സായ ഒരാളിന് എവിടെയും ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 10ാം ക്ലാസ്, +2, അതുപോലെ തന്നെ ഡിഗ്രി, നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം വിദ്യാഭ്യാസ യോഗ്യത കൂടുന്തോറും നമുക്ക് ഇപ്പോൾ KG സെക്ഷനൊക്കെയാണ് പഠിപ്പിക്കാൻ മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് പറ്റുന്നതെങ്കിലും കഴിവുള്ള ടീച്ചേഴ്സ്, അതുപോലെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ സ്റ്റാൻഡേർഡിലേക്കൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വേണം ഈ കോഴ്സ് എടുക്കാനായിട്ട്. ഓക്കെ, ഒരിക്കലും KG സെക്ഷൻ അത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും നമുക്ക് കഴിവനുസരിച്ച് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ മുകളിലേക്കുള്ള സ്റ്റാൻഡേർഡുകളിൽ കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള അവസരം ലഭിക്കാറുണ്ട്. ഇത് അനുഭവത്തിൽ നിന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബാച്ചിൽ 2023-24 ബാച്ചിലേക്ക് 28 സ്റ്റുഡൻസ് ആണ് പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിലായിട്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടിരുന്ന് പുറത്ത് ഉള്ളവരുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നല്ല മാർക്കോടുകൂടി ഓൺലൈനായും ഓഫ്ലൈനായും രണ്ടും കൂടി 28 കുട്ടികളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ, അതായത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യവേ തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് കോഴ്സിന് ചേർന്നവരുമുണ്ട്. 2-3 ടീച്ചേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പുറത്തേക്ക്, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ളതാണ് മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവർ തന്നെ പുറത്തേക്ക്, ഒരുപാട് വിദ്യാർത്ഥിനികൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് വേറെ രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ യോഗ്യരാണോ എന്ന് നോക്കിയിട്ടാണ് അവരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിന് അവിടെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആർക്കെങ്കിലും മോണ്ടിസോറി പ്രീ പ്രൈമറി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പഠിച്ച വിദ്യാർത്ഥിനികൾ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു 1-2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്